Hi friends, welcome back. Poco M3 എന്ന ഫോൺ ഗ്ലോബലി പോക്കോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. താമസിയാതെ ഇന്ത്യയിലേക്കും വരും. അങ്ങനെ വരുമ്പോൾ പോക്കോ M3 അതിന്റെ സ്പെക് വൈസ് എങ്ങനെയുണ്ട്? ഏതൊരു പ്രൈസിൽ ഫോൺ ഇറക്കിയാലും അവർ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഇറക്കാറ്. ഈ ഒരു ഫോൺ ഒട്ടും തന്നെ മോശമല്ല, അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ പോക്കോ M3 ആ ഒരു ഫോൺ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ഡിസൈൻ. റിയർ ഡിസൈനൊക്കെ കാണാം, യെല്ലോ ബ്ലൂ അങ്ങനെ പല കളറിലൊക്കെ ഉണ്ട്. എന്തായാലും അതിന്റെ റിയർ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്, പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. ക്യാമറ ബമ്പിന്റെ സൈഡ് ഒത്തിരി ഡിഫറെന്റ് ആയ രീതിയിലാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്യാമറ ബമ്പ് എന്ന് പറയുമ്പോൾ പറയത്തക്ക വലിയ ബമ്പൊന്നുമില്ല, ഒരു 1mm പറയുന്ന വളരെ നിസ്സാരമായ ഒരു കനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ഫോൺ എന്ന് തന്നെ പറയാം, വലിയൊരു ക്യാമറ ബമ്പ് ഇല്ലാത്ത ഫോൺ എന്ന് തന്നെ പറയാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും നല്ല ലുക്കുണ്ട്, കുഴപ്പമൊന്നും പറയാനില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ആ ഒരു ഡിസ്പ്ലേ നമുക്ക് നോച്ച് സെറ്റപ്പിലാണ് വരുന്നത്, പഞ്ച് ഹോൾ അങ്ങനെയൊന്നുമല്ല. 10,000-11,000 രൂപ റേഞ്ചിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 11,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവെ നോച്ച് ഡിസൈൻ ഒക്കെ തന്നെയാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഒരു വെൽ ഡിസൈൻഡ് ആയ ഫോൺ എന്ന് പറയാം അല്ലേ. ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും നല്ലൊരു ഡിസൈൻ സെറ്റപ്പാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും 3.5mm ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ, ഡുവൽ സ്പീക്കർ സെറ്റപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ആ ടൈപ്പ് സി പോർട്ടിൽ ഫാസ്റ്റ് ചാർജിങ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഡിസൈൻ വൈസ് ഒരു ഗുഡ് സെറ്റപ്പ് ആണ് പോക്കോ M3. ഇതിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.53 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഫുൾ HD പ്ലസ് ആണെന്നുള്ളത് പ്രധാനമായിട്ട് ഓർക്കുക. മിക്കവാറും ഒരുപാട് ബ്രാൻഡുകളും ഇവിടെ HD പ്ലസ് ആണ്. പോക്കോ, അതേപോലെ റെഡ്മി, അതേപോലെ തന്നെ മൈക്രോമാക്സ്, ഇങ്ങനെ 2-3 ബ്രാൻഡുകളാണ് ഇവിടെ ഫുൾ HD ഡിസ്പ്ലേ തരുന്ന ബ്രാൻഡുകളുള്ളൂ. സോ ഇത് ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ്, 6.53 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈനിന്റെ കാര്യങ്ങൾ. ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, പിന്നെ 2 മെഗാപിക്സൽ ക്യാമറകൾ, പോർട്രേറ്റ് ആൻഡ് ഡെപ്ത് സെൻസ് പോർട്രേറ്റ്, പിന്നെ ഒരു മാക്രോ ലെൻസ്, അങ്ങനെ 2 ക്യാമറകൾ. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും. ഇതാണ് ക്യാമറ സെറ്റപ്പ്. ക്വാളിറ്റി എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ക്യാമറ വൈസ് നോക്കിയാൽ സെൽഫി ക്യാമറ ഒരു 16 മെഗാപിക്സൽ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ഒരു ഇംപ്രസീവായി തോന്നിയേനെ. ഇവിടെ 8 മെഗാപിക്സലേ ഉള്ളൂ, എങ്കിലും മെഗാപിക്സലൊന്നും വലിയ കഥയില്ല. ചിലപ്പോൾ ക്വാളിറ്റി കിടലിനാണെങ്കിൽ വേറെ ലെവലായി സംഭവങ്ങൾ. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ ക്യാമറ സ്പെക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 662 ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4GB RAM 64GB സ്റ്റോറേജും 4GB RAM 128GB സ്റ്റോറേജും ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. 2 വേരിയന്റുകളാണ്. രണ്ടിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള റാം ആൻഡ് സ്റ്റോറേജ്, അതിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും അവൈലബിൾ ആണ്. സോ 2 സിം, മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. സ്നാപ്ഡ്രാഗൺ 662 ഈ ഒരു പ്രൈസിന് 11,000 രൂപയ്ക്ക്. മീഡിയാടെക്കിന്റെ G85 പ്രോസറൊക്കെ നമുക്ക് മൈക്രോമാക്സിന്റെ ഇന്നോട്ട് 1 എന്ന ഫോണിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ അത്രയും പവർഫുൾ അല്ല, ബട്ട് അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയ ബാറ്ററി എഫിഷ്യൻസി ഈ ഒരു പ്രോസർ നമുക്ക് തരും. സോ പെർഫോമൻസ് നോക്കിയാൽ മോശമൊന്നും പറയാനില്ല. സ്നാപ്ഡ്രാഗൺ 662 മോശം പ്രോസറൊന്നുമല്ല, നല്ല പെർഫോമൻസ് ഉള്ളതാണ്. ബട്ട് തീർച്ചയായിട്ടും മീഡിയാടെക്കിന്റെ G85 വെച്ചിട്ട് വരുന്ന മൈക്രോമാക്സ് ഇന്നോട്ട് 1 തീർച്ചയായിട്ടും ഇത്തിരി ബെറ്റർ ആയ പെർഫോമൻസ് നമുക്ക് തരും. സോ എങ്കിലും മോശമൊന്നും പറയാനില്ല. പോക്കോ M3 നല്ല ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് തന്നെയാണ്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് തന്നെയാണ്, ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഒന്നുമല്ല വരുന്നത്. സോ ഓവറോൾ നമുക്ക് ഒരു ഡീസൻ്റ് ആയ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. അടിപൊളി എന്നൊന്നും പറയാനില്ല, ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അടക്കം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററിയിലാണ് അടുത്തൊരു ഹൈലൈറ്റ്. സ്നാപ്ഡ്രാഗൺ 662 ബാറ്ററി എഫിഷ്യന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. സോ ഒരു നല്ല ബാറ്ററി സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. നല്ല കൂടിയ ബാറ്ററി ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ എഫിഷ്യൻ്റ് ആയ ഒരു പ്രോസറും ഉണ്ട്. സോ നല്ലൊരു ഇംപ്രസീവായ ബാറ്ററി ലൈഫ്. 11,000 രൂപയ്ക്ക് നിൽക്കുന്ന നല്ല ബാറ്ററി ലൈഫ് ഉള്ളൊരു ഫോൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ഫോൺ നല്ല ഓപ്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ പോക്കോ M2 കണ്ട പോലെ ഫാസ്റ്റ് ചാർജിങ് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല, ഇവിടെ ചാർജർ അടക്കം നമുക്ക് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് M2വിനേക്കാൾ നല്ലൊരു ഓപ്ഷനായിട്ട് M3 മാറിയേക്കാം. സെയിം പ്രൈസിൽ ഗ്ലോബലിൽ ഇറങ്ങിയിരിക്കുന്ന 11,000 രൂപ, 4GB RAM 64GB സ്റ്റോറേജിന് 11,000 രൂപയാണ്. അവിടുത്തെ വില കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വിലയ്ക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും M2വിനേക്കാൾ ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് ഒരു പോക്കോയുടെ ഫോൺ എന്ന നിലയിൽ ഈ ഒരു ഫോണായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. 6000 mAh ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ചാർജർ അടക്കം. സോ നല്ല ഡീസൻ്റ് ആയ ഒരു ബാറ്ററി സെറ്റപ്പുമാണ്. പിന്നെ 6000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഹെവി വെയിറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട. 198 ഗ്രാം എന്ന് പറയുന്ന ഒരു മോശമല്ലാത്ത, ഒരു തിരക്കില്ലാത്ത ഒരു വെയിറ്റ് തന്നെയാണ് ഈ ഫോണിന് വരുന്നുള്ളൂ. സോ ഓവറോൾ നല്ലൊരു സെറ്റപ്പാണ് ഇതിന്റെ 6000 mAh ബാറ്ററി അടക്കം വരുന്ന ഡിസൈൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് എങ്ങനെയുണ്ട്? ഒരു ഡീസന്റ് സെറ്റപ്പാണ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതിന്റെ കൂടിയൊരു വേരിയന്റ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ 6GB RAM 128GB സ്റ്റോറേജ് ആണ്. $169 ഏകദേശം 12,500 എന്ന് പറയാവുന്ന ഒരു പ്രൈസ് റേഞ്ചിനകത്താണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. സോ ഓവറോൾ ഇങ്ങനെയാണ് ഈ ഫോണിന്റെ കാര്യങ്ങൾ കിടക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം.
ഒപ്പം തന്നെ മൈക്രോമാക്സിന്റെ ഫോൺ ഈ ഒരു റേഞ്ചിലുണ്ട്. നമുക്ക് ചൈനീസ് ഫോണുകളൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൈക്രോമാക്സിന്റെ ഫോൺ സ്റ്റിൽ പരിഗണിക്കാം. ഫുൾ HD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജറും ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഉണ്ട്. ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ല ക്യാമറ സെറ്റപ്പ് 48 മെഗാ പിക്സലും 5 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ്. ഫ്രണ്ടിൽ 8 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുണ്ട്. സോ ഓവറോൾ ക്യാമറ വൈസും അതേപോലെ തന്നെ ഇതിന്റെ സ്പെക്കിൽ പെർഫോമൻസ് നോക്കിയാൽ MediaTekന്റെ G85 ആണ്. അത് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ഉള്ള ഒരു സെറ്റപ്പ് കൂടിയാണ്. സോ സ്പെക്ക് വൈസ് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഓപ്ഷനായിട്ട് ഓവറോൾ നമ്മൾ നോക്കിയാൽ മെയിനായിട്ടും 11,000 വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ക്യാമറ സെറ്റപ്പും പെർഫോമൻസും കിട്ടുന്ന ഒരു ഫോൺ എന്ന നിലയിൽ നമുക്ക് മൈക്രോമാക്സിന്റെ ഇന്നോട്ട് 1 ഒരു നല്ല ഫോണായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. ബട്ട് സ്പെക്ക് വൈസ് നിങ്ങൾ അതിന്റെ റിവ്യൂസ് രണ്ടിന്റെയും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നോ അത് മാത്രം എടുക്കാൻ ശ്രമിക്കുക. എന്തായാലും പോക്കോ M3 ഇപ്പോൾ ഇന്ത്യയിൽ എപ്പോഴാണ് ലോഞ്ച് ചെയ്യാന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വരും. ഈ ഒരു ഡിസംബറിൽ എന്തായാലും വരാൻ സാധ്യതയില്ല. അടുത്ത മാസത്തിലായിരിക്കും, ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലായിരിക്കും മിക്കവാറും പോക്കോ M3 വരാൻ പോകുന്നത്. കാരണം ഈ ഒരു ടൈമിൽ ഡിസംബറിനകത്ത് എന്തായാലും ഇന്ത്യയിൽ ഒരു പോക്കോ ഫോൺ ഇനി ലോഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത് പോക്കോയുടെ ഒഫീഷ്യൽ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ജനുവരിയിലായിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി. സോ അത്രയുമാണ് പോക്കോ M3 കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ. ഓവറോൾ നല്ല ഫോൺ തന്നെ, ബട്ട് സ്റ്റിൽ ഇന്ത്യൻ ഫോണായ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 നിങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.